ഹലോ ഫ്രണ്ട്സ്, മൈ യൂട്യൂബ് ചാനൽ ശാന്തിനി കിച്ചണിലേക്ക് സ്വാഗതം. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഇന്ന് ഞാൻ പച്ചക്കറി കൊണ്ടൊരു ജ്യൂസാണ് ഉണ്ടാക്കാൻ പോണത് കേട്ടോ. എല്ലാ പച്ചക്കറിയും വെച്ചിട്ടൊരു ജ്യൂസ് ഉണ്ടാക്കാൻ പോണ്. എല്ലാവർക്കും ഉപയോഗിക്കാം, നിത്യേന ഉപയോഗിക്കാവുന്ന ഒരു ജ്യൂസാണിത്. അപ്പോൾ നമുക്ക് ഈ ജ്യൂസിന് ക്യാരറ്റ് ഉണ്ട്, കുമ്പളങ്ങ ഉണ്ട്, കുക്കമ്പർ ഉണ്ട്, ബീട്രൂട്ട് ഉണ്ട്, പിന്നെ 2-3 കാന്താരി ഇടുന്നുണ്ട് ഇതിനകത്ത് കേട്ടോ. നല്ല വെള്ള കാന്താരിയാണ്, അതും കൂടി ഇടുന്നുണ്ട്. അപ്പം നമുക്കിതൊന്ന് അരിഞ്ഞെടുക്കണം. നമുക്ക് മിക്സിയിലേക്ക് അരിഞ്ഞിടാൻ കേട്ടോ. മിക്സിയിലേക്ക് അരിഞ്ഞിട്ട് നമുക്കിത് ജ്യൂസാക്കി എടുക്കാം. എല്ലാവർക്കും കഴിക്കാം, കുട്ടികൾക്കും കൊടുക്കാം, എല്ലാവർക്കും കഴിക്കാവുന്നതാണ്. നല്ല ഹെൽത്തി ആയ ഒരു ജ്യൂസാണിത്. നമുക്കിതൊന്ന് അരിഞ്ഞിടാം കേട്ടോ. അപ്പം എല്ലാവരും കരുതുന്നുണ്ടെങ്കിൽ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഒരു ജ്യൂസ് ഇട്ടിട്ടുണ്ടായിരുന്നു, ഒരു ഡ്രിങ്ക്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. എന്താണ് ഇത് തന്നെ ചെയ്യണേന്ന്. എനിക്ക് ഇപ്പം യൂട്യൂബിൽ ഫുഡിൻ്റെ ഒരു പരിപാടി ചെയ്യാനായിട്ട് ഒരാളും കൂടി ഹെൽപ്പ് വേണം എനിക്ക്. അത് കാരണം ഞാനത് ചെയ്യാത്തത്. എല്ലാം ചെയ്യാനറിയാം, പക്ഷെ ഒരാളും കൂടി ഫുഡൊക്കെ ഉണ്ടാക്കണമെങ്കിൽ ഒരാളും കൂടി ഹെൽപ്പ് വേണം. ക്യാമറയൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ ആൾ വേണം. അതില്ല, ഞാൻ ഒറ്റയ്ക്ക് തന്നെയാണ് ഇതെല്ലാം ചെയ്യണത്. അപ്പം ഞാൻ ഒരു വട ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചത്. വട ഉണ്ടാക്കാൻ അപ്പം ഗ്യാസ് ഏതാണ്ടൊക്കെ തീർന്നിരിക്കണം പോലെ തോന്നി. അപ്പം അത് മാറ്റിയിട്ട് ഞാൻ ജ്യൂസാകുമ്പോൾ അടുപ്പ് കത്തിക്കണ്ടല്ലോ. അതുകൊണ്ടിട്ടാണ് ഞാനിന്ന് ജ്യൂസിൻ്റെ പരിപാടി നോക്കിയത് കേട്ടോ. നമുക്ക് അടുത്ത പ്രാവശ്യം വട ഉണ്ടാക്കാം. കപ്പപ്പൊടി കൊണ്ടൊരു വട ഉണ്ടാക്കാം കേട്ടോ നമുക്ക്. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. നമുക്കിതെല്ലാം ചെറുതായിട്ട് അരിഞ്ഞ് എടുക്കാൻ കേട്ടോ. ഒന്ന് നമുക്ക് വെയിറ്റ് ചെയ്തൊന്ന് അരിഞ്ഞെടുത്തോട്ടെ. ബീട്രൂട്ടും കൂടി അരിഞ്ഞെടുക്കട്ടെ. ബീട്രൂട്ടും കൂടി അരിഞ്ഞിട്ട് നമുക്ക് മിക്സിയിലിട്ട് അടിച്ചെടുക്കാം. നല്ലൊരു ഹെൽത്തി ആയ ജ്യൂസാണ് കേട്ടോ അത്. പച്ചക്കറി കഴിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്കൊക്കെ ഇത് നല്ലൊരു പരിപാടിയാണ്. ഈ ജ്യൂസ് അടിച്ച് കൊടുത്താൽ മതി. ഇപ്പം വെജിറ്റബിൾ ശരീരത്തിൽ എന്നോളും. ചിലവർക്ക് പച്ചക്കറി എന്ന് പറഞ്ഞ സാധനം ഇഷ്ടമല്ല, ചിലവർക്ക് മീനൊക്കെയാണ് ഇഷ്ടം. അപ്പോൾ അത് കഴിക്കുന്നവർക്ക് ഈ ജ്യൂസ് ഉണ്ടാക്കി കൊടുത്താൽ മതി. എല്ലാ പച്ചക്കറിയും ഉണ്ടാവുമല്ലോ, എല്ലാ വെജിറ്റബിൾസും ഇതിനകത്ത് ചേരും. അപ്പോൾ നമുക്കിതൊന്ന് ഉണ്ടാക്കിയെടുക്കാം. ഞാനിപ്പോൾ ഉണ്ടാക്കിയത് ഫ്രിഡ്ജിലേക്ക് കയറ്റി എനിക്ക് 2 ദിവസത്തേക്ക് കഴിക്കാം. ഈ ക്യാരറ്റ് ബീട്രൂട്ടൊക്കെ ഈ സ്കിന്നിനൊക്കെ നല്ല ഇതാണ്. സ്കിന്നൊക്കെ നല്ല തിളക്കം ഉണ്ടാവും ഇതൊക്കെ കഴിച്ചാൽ. ഇതെല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട്. നമുക്കിത് മിക്സിയിലൊന്ന് അടിച്ചെടുക്കാം. ഞാൻ തിളപ്പിച്ച വെള്ളമാണ് ഇതിന് ചേർക്കണം കേട്ടോ. തിളപ്പിച്ചാറിയ വെള്ളമാണ്. അപ്പം നമുക്കിതൊന്ന് അടിച്ചെടുക്കാം. നമുക്ക് നല്ലോണം മിക്സിയിലിട്ട് അടിക്കണം. അതിൻ്റെ കൂടെ പച്ചമുളക് ഇട്ടില്ല കേട്ടോ. 2 കാന്താരി മുളക് ഇടണം അതിനകത്ത്. കാന്താരി മുളക് ഉണ്ട് 3 എണ്ണം വെള്ള. അത് അതിനകത്തൂടെ ഇടണേന്ന്. അപ്പം നമുക്കിതൊന്ന് അടിച്ചെടുക്കാം. അപ്പം ഇതെല്ലാം അടിച്ച് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതൊരു അരിപ്പയിലെടുത്തിട്ട് അരിച്ചെടുക്കാം കേട്ടോ. പാത്രത്തിലേക്ക് അരിച്ചു വയ്ക്കാം. ഇങ്ങനെ അരിച്ചെടുക്കണം. എന്നാലുള്ള അതിൻ്റെ പിശട് നമുക്ക് മാറ്റി വെക്കാം. കുറച്ച് വെള്ളം കൂട്ടിട്ട്. തിളപ്പിച്ചാറിയ വെള്ളമാണ്, അതുകൊണ്ട് ഒരു കുഴപ്പമില്ല കേട്ടോ.
കാന്താരി മുളകൊക്കെ ഇട്ടപ്പോൾ നല്ല വാസനയുണ്ട് ഈ ജ്യൂസിന്, നല്ലൊരു മണവും വരുന്നുണ്ട്. ഇതൊന്ന് അരിച്ചെടുത്തോട്ടെ, ഒന്ന് വെയിറ്റ്. ഇപ്പം എല്ലാം അരിച്ച് വന്നിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇനി ഗ്ലാസ്സിലേക്ക് പകർത്തിയെടുക്കാം. നമ്മുടെ ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. വെജിറ്റബിൾ കഴിക്കാത്തവരെല്ലാവരും ഈ ജ്യൂസ് ഉണ്ടാക്കി കഴിച്ചാൽ മതി. എല്ലാവർക്കും ഇഷ്ടമാവും. ഇത് നല്ല ടേസ്റ്റാണ്. അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരെ എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. എല്ലാവരും കാണണം. എൻ്റെ വീഡിയോ ചെറുതാണെന്നും പറഞ്ഞ് ആരും കാണാതെ ഇരിക്കരുത്. എനിക്ക് ഹെൽപ്പ് ചെയ്യാൻ ആരും ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ അടുത്ത പ്രാവശ്യം എന്തെങ്കിലും നല്ലത് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ വരേക്കും ബൈ ബൈ.